നമസ്കാരം. നമ്മുടെ സബ്ജക്റ്റ് എൻവയൺമെന്റൽ എഞ്ചിനീയറിംഗ്. അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലായി നോക്കിയത് എന്തൊക്കെയാണ്? വെള്ളത്തിന്റെ ക്വാണ്ടിറ്റിയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലേ? വെള്ളം എത്ര ക്വാണ്ടിറ്റിയിൽ നമ്മൾ ആ ഒരു സോഴ്സിൽ നിന്ന് എടുക്കണം, എന്നിട്ട് നമ്മൾ എത്രത്തോളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ള ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ? അപ്പൊ അതിൽ നമ്മൾ അതിന്റെ ഫാക്ടേഴ്സ് പഠിച്ചു. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ പെർ ക്യാപിറ്റ ഡിമാൻഡ് നമ്മൾ നോക്കി. പെർ ക്യാപിറ്റ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നും കൂടെ ഞാൻ പറയാം. ഒരാൾക്ക് ഒരു ദിവസം എത്ര വെള്ളം വേണം എന്നുള്ളതാണ് പെർ ക്യാപിറ്റ ഡിമാൻഡ്. അപ്പൊ അതിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നോക്കിയിരുന്നു. പിന്നെ അതുപോലെ പല ഡിമാൻഡുകൾ വരും അല്ലേ നമുക്ക്. അതായത് വീട്ടിൽ വെള്ളം ആവശ്യമാണ്, ഇൻഡസ്ട്രീസിൽ വെള്ളം ആവശ്യമാണ്, പിന്നെ പബ്ലിക് യൂസിന് വെള്ളം ആവശ്യമാണ്, പിന്നെയോ ലീക്കേജിന് നമ്മൾ കുറച്ച് വെള്ളം കരുതണം, പിന്നെ അതുപോലെ ഫയർ അല്ലെ, തീപിടുത്തം നടക്കുകയാണെങ്കിൽ അതിനു വേണ്ടിയും നമ്മൾ കുറച്ച് വെള്ളം കരുതിയിരിക്കണം. അപ്പൊ അത് എത്ര എത്ര ക്വാണ്ടിറ്റീസ് ആണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. പിന്നെ അതുപോലെ നമ്മൾ നിർത്തിയത് വേരിയേഷൻ ഇൻ റേറ്റ് ഓഫ് ഡിമാൻഡ് വെച്ചിട്ടാണ് അല്ലെ. അതായത് സീസണൽ, അതായത് മന്ത്ലി വേരിയേഷൻസ് ഉണ്ടാവും, പിന്നെ അവർലി വേരിയേഷൻസ്, ഡെയിലി വേരിയേഷൻസ്. ഈ സീസണൽ വേരിയേഷനും മന്ത്ലി വേരിയേഷനും ഏകദേശം ഒന്ന് തന്നെയാണ്. പിന്നെ നമ്മുടെ അത് ഈ പുറമേ രാജ്യങ്ങളിലൊക്കെ നമുക്ക് 4 സീസണിന് വേർതിരിച്ച് പറയാൻ സാധിക്കും. അതുകൊണ്ടാണ് അങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫിക്കേഷനിൽ കൊടുത്തത്. പക്ഷെ മീനിങ് വൈസ് ഒന്ന് തന്നെയാണ്, സീസണൽ എന്ന് പറയുന്നതും മന്ത്ലി എന്ന് പറയുന്നതും. പിന്നെ അതുപോലെ ഡെയിലി വേരിയേഷൻ, അവർലി വേരിയേഷൻ. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ നോക്കി നിർത്തിയത് അല്ലേ. എന്തായിരുന്നു അവർലി വേരിയേഷൻ എന്ന് പറഞ്ഞാൽ? ഒരു ദിവസം നമുക്ക് ഓരോ മണിക്കൂറിലും വ്യത്യസ്ത ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആണ് ആവശ്യം. അപ്പോൾ ഏത് സമയത്ത്, അതായത് മോർണിംഗ് അവേഴ്സിലും ഈവനിങ് അവേഴ്സും ആണ് പീക്ക് അവർ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ആ പീക്ക് അവർ, ഏറ്റവും കൂടുതൽ വെള്ളം ആവശ്യമായി വരുന്ന സമയത്ത് എന്ത് ചെയ്യണം? നമ്മൾ കൂടുതൽ വാട്ടർ സപ്ലൈ ചെയ്യണം. എന്നാലേ നമുക്ക് ആ ഒരു ഡിമാൻഡ് ഫുൾഫിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മളൊരു ഗ്രാഫ് ഒക്കെ കണ്ടു അല്ലെ. ഓരോ മണിക്കൂറിൽ എങ്ങനെയാണ് വേരിയേഷൻ നടക്കുന്നത് എന്നുള്ളൊരു ഗ്രാഫ് ഒക്കെ നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ നിർത്തിയത് പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് വെച്ചിട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് അടുത്ത സ്റ്റേജ് നമ്മൾ എന്താണ് ഡിസൈനിങ്ങിൽ ചെയ്യേണ്ടത്. ഒരു ട്രീറ്റ്മെന്റ് പ്ലാന്റും ഒക്കെ നമ്മൾ പൈപ്പ് ലൈൻസ് ഒക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ അടുത്ത ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മുടെ ഡിസൈൻ പീരീഡ് ഉണ്ട് അല്ലെ. നമുക്കൊരു ഡിസൈൻ പീരീഡിനാണ് നമ്മളൊരു സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്നത്. ആ ഒരു ഡിസൈൻ പീരീഡിന്റെ അവസാനം എത്രയായിരിക്കും പോപ്പുലേഷൻ എന്ന് കണ്ടുപിടിക്കുക, ഫോർകാസ്റ്റ് ചെയ്യാം അല്ലെ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ ന്യൂസിലൊക്കെ വെതർ ഫോർകാസ്റ്റിംഗ് എന്നൊക്കെ പറയുന്നത്. എന്താണ്? കാലാവസ്ഥ പ്രവചനം. എങ്ങനെയായിരിക്കും, നാളെ മഴ പെയ്യോ എന്നുള്ളതൊക്കെ പ്രവചിക്കുക അല്ലെ. ഇപ്പൊ ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രവചിക്കുക. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ പോപ്പുലേഷൻ നമ്മൾ ഇതിപ്പോ 2021 ഇപ്പൊ നമ്മളൊരു ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഡിസൈൻ ചെയ്യാണെന്ന് വെക്കാം. അപ്പൊ ഞാൻ ആ ഒരു ട്രീറ്റ്മെന്റ് പ്ലാന്റിന് 30 കൊല്ലാണ് ഡിസൈൻ പീരീഡ് വെച്ചത്. അപ്പൊ ആ ഒരു 30 കൊല്ലത്തിന് ശേഷം എന്തായിരിക്കും പോപ്പുലേഷൻ? അപ്പൊ 2021 ഇനി 30 കൊല്ലം എന്ന് പറയുമ്പോ 2051 എന്തായിരിക്കാം പോപ്പുലേഷൻ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അപ്പൊ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗിൽ. അപ്പൊ അതിനായിട്ട് 4 മെത്തേഡുകളാണ് ഉള്ളത്. 4 അല്ല, 8 മെത്തേഡ്, 9 മെത്തേഡ്സ് ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് 4 എണ്ണമാണ് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഇതാണ് അവസാനം നിർത്തിയത് അല്ലെ ഇന്നലെ. Following are the methods used for predicting future population. എന്തൊക്കെയാണ് മെത്തേഡ്സ്? Arithmetical increase method, geometrical increase method, incremental increase method,
ഗ്രാഫിക്കൽ മെത്തേഡ്. ഈ 4 മെത്തേഡിനെ കുറിച്ചാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് ഓരോന്നായി നോക്കാം. അപ്പൊ ആദ്യം അരിത്മെറ്റിക്കൽ ഇൻക്രീസ് മെത്തേഡ്. അപ്പൊ ദിസ് മെത്തേഡ് is based on the assumption that the rate of change of population with the time is constant. അതായത് പോപ്പുലേഷൻ ഒരു കോൺസ്റ്റന്റ് റേറ്റിലാണ് കൂടുന്നത്. ഇപ്പൊ നമ്മുടെ ഈ ഒരു ഗ്രാഫ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇത് പോപ്പുലേഷൻ ഗ്രോത്ത് ആണ്. അതായത് ഇപ്പൊ ഞാൻ പറയാണ്, ഈ കൊല്ലം ഈ ഒരു ഞാൻ കൺസിഡർ ചെയ്യുന്ന ടൗണില് 10,000 ആണ് പോപ്പുലേഷൻ. അടുത്ത കൊല്ലം അത് 11,000 ആവും. അതിന്റെ അടുത്ത കൊല്ലം 12,000 ആവും. അതിന്റെ അടുത്ത കൊല്ലം 13,000 ആവും. അതായത് 1000 വെച്ച് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യും. ഓരോ കൊല്ലം കഴിയുമ്പോഴും 1000 വെച്ച് ഇൻക്രീസ് ചെയ്യാം. അപ്പൊ ഒരു കോൺസ്റ്റന്റ് വാല്യൂ വെച്ച് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോവുക. അപ്പോഴാണ് നമുക്ക് ഗ്രാഫ് ഇങ്ങനെ കിട്ടുക അല്ലെ. ഇപ്പൊ ഇത് 2021, 2022, അതായത് കൊല്ലം, ഞാൻ ഓരോ കൊല്ലം പറയാണ്. 2023, 2024 ഓരോ കൊല്ലാണ്. ഇപ്പൊ ഗ്രോത്ത് 1000, 2000, 3000, 4000. അപ്പൊ 2021 എത്രയാ? 500 ഇൻക്രീസ് ചെയ്തു. 2022 1000 ആയി. 2023 1500 ആയി. അങ്ങനെ അതായത് ഒരു കോൺസ്റ്റന്റ് റേറ്റില് ഇൻക്രീസ് ചെയ്ത് പോവുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് മെത്തേഡ് ഉപയോഗിക്കാം? അരിത്മെറ്റിക്കൽ ഇൻക്രീസ് മെത്തേഡ് ഉപയോഗിക്കാം. This method is suitable for large and old cities with considerable development. അതായത് വലിയ പഴയ സിറ്റീസ് ഉണ്ടാവും. പഴയ സിറ്റീസിലൊക്കെയാണ് പൊതുവെ അരിത്മെറ്റിക്കൽ ഇൻക്രീസ് മെത്തേഡ് ഉപയോഗിക്കുക. If it is used for small, average or comparatively new cities, it will give lower population estimate than actual value. ഇപ്പൊ നമ്മൾ ചെറിയൊരു സിറ്റി അല്ലെങ്കിൽ ഒരു ആവറേജ് സിറ്റി അല്ലെങ്കിൽ ഇപ്പൊ പുതുതായി വരുന്ന ഒരു സിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മളിപ്പോ ഈ ഒരു മെത്തേഡ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ആക്ച്വൽ വാല്യൂവിനെക്കാട്ടിലും വളരെ കുറവായിരിക്കും. കാരണം ഇപ്പൊ ഡെവലപ്പ് ചെയ്ത് വരുന്നതേ ഉള്ളൂ അല്ലെ. ന്യൂ സിറ്റി ആണെങ്കിൽ ഇപ്പൊ കമ്പാരിറ്റീവ്ലി ന്യൂ. അതുപോലെ എന്താണ് ഒരു സ്മോൾ ഓർ ആവറേജ് സിറ്റീസിലൊക്കെ എന്താ കൂടുതൽ ഡെവലപ്മെന്റിന്റെ സാധ്യതകളുണ്ട്. അപ്പോ പെട്ടെന്ന് ഡെവലപ്മെന്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും നമ്മൾ അരിത്മെറ്റിക്കൽ ഇൻക്രീസ് മെത്തേഡ് ഉപയോഗിക്കില്ല. നേരെ മറിച്ച് വലിയ പഴയ സിറ്റീസ്, അതായത് അവിടെ ഇനി ഒരു ഡെവലപ്മെന്റ് പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റി ആണെങ്കിൽ എന്താണ്, ഒരു കോൺസ്റ്റന്റ് റേറ്റിലായിരിക്കും പിന്നെ ഇങ്ങനെ പോപ്പുലേഷൻ പോകുന്നത് അല്ലെ. കൂടുതൽ ആരും വന്ന് നിൽക്കുന്നില്ല. ഓക്കെ. In this method, the average increase in population per decade is calculated from the past census reports. അപ്പൊ എങ്ങനെയാണ് ആവറേജ് ഇൻക്രീസ് എത്രയാണ് എന്നുള്ളത് കണ്ടുപിടിക്കുന്നത്? പാസ്റ്റ് നമ്മുടെ മുമ്പത്തെ സെൻസസ് റെക്കോർഡ്സ് വെച്ചിട്ട്. സെൻസസ് റിപ്പോർട്ടിലാണ് എന്ത് കിട്ടുക? പോപ്പുലേഷൻ, എത്ര പോപ്പുലേഷൻ ഉണ്ട് എന്ന് കിട്ടുന്ന റിപ്പോർട്ടാണ് സെൻസസ് അല്ലെ. സെൻസസ് എടുക്കുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അത് പോപ്പുലേഷനെ കുറിച്ചാണ് പറയുന്നത്. എത്ര ജനസംഖ്യ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ മുമ്പത്തെ റെക്കോർഡ്സ് വെച്ചാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇനി അടുത്ത കൊല്ലം ഇത്ര ഇൻക്രീസ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് പറയുന്നത്. This increase is added to the present population to find out the population of the next decade. അപ്പൊ ആ ഒരു ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ, അതായത് ഞാൻ പറഞ്ഞു 2021 10,000 ആണ്, 2022 11,000 ആണെങ്കിൽ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ എത്രയാണ്? 1000 അല്ലേ. 11,000 മൈനസ് 10,000 നമുക്ക് 1000 കിട്ടും അല്ലെ. അപ്പൊ ആ ഒരു ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ആയ 1000 പ്ലസ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രസന്റ് പോപ്പുലേഷൻ. അതായത് 2021 10,000 ആണ് ഞാൻ എടുത്ത വാല്യൂ. അപ്പൊ 10,000 പ്ലസ്
11,000 നമുക്ക് എന്ത് കിട്ടി 11,000 എന്ന് കിട്ടി. അപ്പൊ അതാണ് ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. Thus, it is assumed that the population is increasing at a constant rate. കണ്ടില്ലേ കോൺസ്റ്റന്റ് ആയിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്. അതുകൊണ്ട് സ്ലോപ്പ് എന്താണ് കോൺസ്റ്റന്റ് ആണ്. ഇപ്പൊ നമ്മളൊരു ഗ്രാഫ് വരച്ചാൽ ആ ഗ്രാഫിന്റെ സ്ലോപ്പ് കോൺസ്റ്റന്റ് ആയിട്ടാണ് പോകുന്നത്. അപ്പൊ നമുക്ക് അതിനെ മാത്തമാറ്റിക്കലി ഇങ്ങനെ പറയാം dp/dt is a constant equal to c. c എന്ന് പറയുന്ന കോൺസ്റ്റന്റ്. dp എന്ന് പറഞ്ഞാൽ എന്താ ചേഞ്ച് ഇൻ പോപ്പുലേഷൻ ഡിവൈഡഡ് ബൈ ടൈം അല്ലേ. dp എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ പോപ്പുലേഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം ഈസ് എ കോൺസ്റ്റന്റ് എന്നാണ് പറയുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പോപ്പുലേഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം ഈസ് എ കോൺസ്റ്റന്റ്. Therefore, population after nth decade, നമ്മൾ അത് ശ്രദ്ധിക്കണം. നമ്മൾ എപ്പോഴും ഈ പോപ്പുലേഷൻ കണ്ടുപിടിക്കുമ്പോൾ നമ്മളിപ്പോ ഞാൻ പറഞ്ഞതുപോലെ 2021 ഇത്രയാണ് 10,000 ആണെന്ന് പറയാം, 2022 11,000 ആണ്. ഓക്കെ, പക്ഷെ നമ്മൾ കണ്ടുപിടിക്കുക ഡെക്കേഡിനാണ്. അതായത് 10 കൊല്ലം കഴിഞ്ഞാൽ എത്രയാണ് എന്നുള്ളതാണ് പൊതുവെ കണ്ടുപിടിക്കുക, അല്ലാണ്ട് ഒരു കൊല്ലത്തിന് കണ്ടുപിടിക്കില്ല. അപ്പൊ ഈ ഫോർമുലകളൊക്കെ പറയുന്നത് ഡെക്കേഡിനായിരിക്കും. ഡെക്കേഡ് എന്ന് പറഞ്ഞാൽ എത്ര കൊല്ലാണ് 10 കൊല്ലം. അപ്പൊ ആ ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ എത്രയായിരിക്കും പോപ്പുലേഷൻ എന്നുള്ളതാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ therefore population after nth decade, ഇപ്പൊ n എന്ന് പറയുന്നത് 1 ആണെങ്കിൽ after 1 decade എന്ന് പറഞ്ഞാൽ 10 കൊല്ലത്തിന് ശേഷം അല്ലെ. after 2 decades എന്ന് പറഞ്ഞാലോ 2 ഡെക്കേഡ് എന്ന് പറയുമ്പോ 2 × 10 20 കൊല്ലത്തിന് ശേഷം. മനസ്സിലായോ? 3 ഡെക്കേഡ് എന്ന് പറഞ്ഞാൽ 3 × 10 അതായത് 30 കൊല്ലത്തിന് ശേഷം എത്രയായിരിക്കാം പോപ്പുലേഷൻ. അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പൊ അതിന് പറയുന്ന ഫോർമുലയാണ് Pn is equal to, അതായത് P പോപ്പുലേഷൻ ആഫ്റ്റർ n decades, ആഫ്റ്റർ 1 ഡെക്കേഡ് അല്ലെങ്കിൽ 2 ഡെക്കേഡ് എന്ന് വെച്ചാൽ 10 കൊല്ലം 20 കൊല്ലം അങ്ങനെ ഇസ് ഈക്വൽ ടു P + NC. അതിലെ P എന്ന് പറയുന്നത് പ്രസന്റ് പോപ്പുലേഷൻ, ഇപ്പൊ എത്രയാണോ പോപ്പുലേഷൻ അത്, പ്ലസ് N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡെക്കേഡ്സ്, നമ്മൾ എത്ര ഡെക്കേഡിനാണോ നമ്മൾ കണ്ടുപിടിക്കുന്നത് ആ ഒരു വാല്യൂ N, അതായത് 1 ഡെക്കേഡ് ആണോ 2 ഡെക്കേഡ് ആണോ അതാണ് N. പിന്നെ C എന്ന് പറയുന്നത് ആ ഒരു പോപ്പുലേഷൻ ഗ്രോത്ത്, അതായത് നമുക്ക് തന്ന റെക്കോർഡ്സ്, അതായത് നമുക്ക് പാസ്റ്റ് സെൻസസ് റിപ്പോർട്ട്സ് ഉണ്ടാവും അല്ലെ, മുന്നത്തെ കുറെ കൊല്ലങ്ങളിലെ വാല്യൂ നമുക്ക് അറിയാം. അപ്പൊ ആ വാല്യൂസിൽ എത്രത്തോളം ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ഉണ്ടായിരുന്നു അതിന്റെ ആവറേജ് ആണ് C. ഇപ്പൊ അത്ര മനസ്സിലാക്കി വെക്കുക. നമുക്കൊരു പ്രോബ്ലം ചെയ്യാം, പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും കേട്ടോ. അപ്പൊ ഇതാണ് അരിത്മെറ്റിക് ഇൻക്രീസ് മെത്തേഡ്, അതായത് പോപ്പുലേഷൻ ചേഞ്ച് ഇൻ പോപ്പുലേഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഞാൻ പറഞ്ഞതുപോലെ ഓരോ ഡെക്കേഡിന് ശേഷവും ഒരേ വാല്യൂ, നമുക്ക് കൃത്യമായി ഒരേ വാല്യൂ പറയാൻ പറ്റില്ല. അതായത് ഇപ്പൊ കൃത്യ 1000 പോപ്പുലേഷൻ തന്നെ കൂടുകയാണ് എന്നുള്ള അക്യുറേറ്റ് വാല്യൂ പറയാൻ പറ്റില്ല. പക്ഷെങ്കിൽ 1000, 1100, 1200 അതൊക്കെ അരിത്മെറ്റിക് ഇൻക്രീസ് മെത്തേഡിൽ വരും. അതൊക്കെ വളരെ ചെറിയൊരു ഡിഫറൻസ് ആണ്. ഓക്കെ, ഇനി അടുത്തതാണ് ജിയോമെട്രിക്കൽ ഇൻക്രീസ് മെത്തേഡ്. അതിന്റെ വേറൊരു പേരാണ് ജിയോമെട്രിക്കൽ പ്രോഗ്രഷൻ മെത്തേഡ്. ഈ ജിയോമെട്രിക് പ്രോഗ്രഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം അല്ലെ, പലരും പഠിച്ചിട്ടുണ്ടാവും. +1 പഠിച്ചവരാണെങ്കിൽ അരിത്മെറ്റിക് പ്രോഗ്രഷൻ, ജിയോമെട്രിക് പ്രോഗ്രഷൻ അല്ലെ, AP, GP എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ ഇതിൽ സൂചിപ്പിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നേരത്തെ നമ്മള് പോപ്പുലേഷൻ വേഴ്സസ് ടൈം നമ്മള് ഗ്രാഫ് വരച്ചപ്പോ കോൺസ്റ്റന്റ് ഇൻക്രീസ് ആയിരുന്നു. ഞാൻ പറഞ്ഞ ആ ഒരു 1000 വെച്ച് 1000 പോപ്പുലേഷൻ ഓരോ ഡെക്കേഡിലും കൂടി വന്നു അല്ലെ, കോൺസ്റ്റന്റ് ആയിരുന്നു. നേരെ മറിച്ച് എക്സ്പോണൻഷ്യൽ, ഇതൊരു
ജോമെട്രിക്കൽ ഇൻക്രീസ് എന്ന് പറയുന്ന ഒരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണ്. എന്താണ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ? ഇ റേസ് ടു എക്സ് കേട്ടിട്ടില്ലേ? നമ്മുടെ നാച്ചുറൽ ലോഗിന്റെ ഇൻവേഴ്സ് എക്സ്പോണൻസ് ഇ റേസ് ടു എക്സ്. അതിന്റെ ഗ്രാഫ് പഠിച്ചിട്ടുണ്ടാവും. ഇങ്ങനെയാണ് ഇ റേസ് ടു എക്സിന്റെ ഗ്രാഫ് വരിക, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ അല്ലേ? അതെങ്ങനെയാണ്? ആദ്യം പോപ്പുലേഷൻ മെല്ലെ കൂടും, പിന്നെ ഒരു പർട്ടിക്കുലർ മൊമെന്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് അങ്ങ് കൂടും പോപ്പുലേഷൻ. ടൈം ഏകദേശം കോൺസ്റ്റന്റ് ആവുമ്പോൾ തന്നെ പോപ്പുലേഷൻ വളരെയധികം കൂടും. അതാണ് ജിയോമെട്രിക്കൽ ഇൻക്രീസ് മെത്തേഡ്. അപ്പൊ ഒന്ന് വായിച്ചു നോക്കാം. ഇൻ ദിസ് മെത്തേഡ് the percentage increase in population from decade to decade is assumed to remain constant. ഇവിടെ percentage increase in population ആണ് constant. ശ്രദ്ധിക്കണം, arithmetical increase മെത്തേഡിൽ എന്തായിരുന്നു? increase in population ആണ് constant. ഇവിടെ percentage increase in population ആണ് constant. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ ഈ ഗ്രാഫ് വരച്ചത് നേരത്തെ നമ്മൾ അരിത്മെറ്റിക്കലിന് വരച്ച അതേപോലത്തെ എക്സ് ആക്സിസും വൈ ആക്സിസും എടുത്തിട്ടാണ്, പോപ്പുലേഷൻ ഗ്രോത്തും ടൈമും. അതില് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണ് വരിക. ഇവിടെ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞത് പെർസെന്റേജ് ഇൻക്രീസ്. എങ്ങനെയാ നമ്മൾ ഒന്നിന്റെ പെർസെന്റേജ് കണ്ടുപിടിക്കുക? എത്രയാണോ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ഡിവൈഡഡ് ബൈ ഏറ്റവും ആദ്യത്തെ പോപ്പുലേഷൻ ഇൻറ്റു 100. അങ്ങനെയാണ് പെർസെന്റേജ് കണ്ടുപിടിക്കുക. അപ്പൊ ആ പെർസെന്റേജ് ആണ് കോൺസ്റ്റന്റ്. ജിയോമെട്രിക്കൽ മീൻ ഇൻക്രീസ് ഇസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ ഫ്യൂച്ചർ ഇൻക്രിമെന്റ് ഇൻ പോപ്പുലേഷൻ. അപ്പൊ ഇതില് ജിയോമെട്രിക്കൽ മീൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഫോർമുല കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് നോക്കാം. സിൻസ് ദിസ് മെത്തേഡ് ഗിവ്സ് ഹയർ വാല്യൂസ് and hence should be applied for a new industrial town at the beginning of development for only few decades. അതായത് ഈ ഒരു മെത്തേഡ് വെച്ച് നമുക്ക് കുറച്ച് അധികം പോപ്പുലേഷൻ കിട്ടും, കുറച്ച് ഹയർ വാല്യൂ ആണ് കിട്ടുക. അപ്പൊ നമ്മൾ ഈ ഒരു ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന പോപ്പുലേഷൻ അരിത്മെറ്റിക്കൽ ഇൻക്രീസിൽ കിട്ടുന്നതിലും കൂടുതലായിരിക്കും അല്ലേ? കാരണം ഇവിടെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണ്. നേരത്തെ ലീനിയർ ഗ്രാഫ് ആയിരുന്നു, ഇവിടെ എക്സ്പോണൻഷ്യൽ ഗ്രാഫാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാല്യൂ, അതായത് 10 കൊല്ലത്തിന് ശേഷം കിട്ടുന്ന പോപ്പുലേഷന്റെ വാല്യൂ കൂടുതലായിരിക്കും. ആൻഡ് ഹെൻസ് ഇറ്റ് ഷുഡ് ബി അപ്ലൈഡ് ഫോർ, എന്തിനാണ് അപ്ലൈ ചെയ്യേണ്ടത്? ഇൻഡസ്ട്രിയൽ ടൗൺസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ഡെവലപ്മെന്റ്. ഒരു ഡെവലപ്മെന്റ് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ഈ ഒരു മെത്തേഡാണ് അപ്ലൈ ചെയ്യുക. അരിത്മെറ്റിക്കൽ ഇൻക്രീസ് മെത്തേഡ് എപ്പോഴായിരുന്നു? പഴയ സിറ്റീസിൽ അല്ലെ, വലിയ പഴയ ഓൾഡ് സിറ്റീസിലാണ് നമ്മൾ അരിത്മെറ്റിക്കൽ മെത്തേഡ് ഉപയോഗിക്കുക. കാരണം അവിടെ ഇനി ഡെവലപ്മെന്റ് ഒന്നും വരാനില്ല, ഡെവലപ്മെന്റ് ഒക്കെ വന്നു കഴിഞ്ഞു. പക്ഷെങ്കിലോ ജിയോമെട്രിക്കൽ ഇൻക്രീസ് എവിടെയാ ഉപയോഗിക്കുക? ഇൻഡസ്ട്രിയൽ ടൗൺസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ഡെവലപ്മെന്റ്. ഡെവലപ്മെന്റ് തുടങ്ങുന്നതിന് മുന്നേ. കാരണം ഡെവലപ്മെന്റ് തുടങ്ങി കഴിഞ്ഞാൽ പെട്ടെന്നുള്ളൊരു കുത്തനെ ഉള്ളൊരു ഉയരം വരും പോപ്പുലേഷന് അല്ലെ? കാരണം ആൾക്കാര് ആ ഒരു ടൗണിലേക്ക് വരും, പിന്നെ അവിടെ സെറ്റിൽ ആവും, അവിടെ എന്താണ് പിന്നെ ഫാമിലി വരും, അവരുടെ കുട്ടികൾ വരും, അങ്ങനെ ആ ഒരു പോപ്പുലേഷൻ വളരെയധികം അങ്ങ് കൂടും. അപ്പൊ അറ്റ് ദ ബിഗിനിങ് ഓഫ് ഡെവലപ്മെന്റ് ആണ് പറയുന്നതെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ജിയോമെട്രിക്കൽ ഇൻക്രീസ് മെത്തേഡാണ്. അങ്ങനത്തെ ഒരു ടൗണിൽ വരുന്ന ഇൻക്രീസ് എക്സ്പോണൻഷ്യൽ റേറ്റിലാണ് വരിക. അതായത് ജിയോമെട്രിക്കൽ പ്രോഗ്രഷൻ ആണ് അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അവിടെ ഉപയോഗിക്കേണ്ട ഫോർമുല Pn is equal to, അതായത് Pn എന്ന് പറഞ്ഞാൽ എത്ര ഡെക്കേഡിന് ശേഷമാണോ നമ്മൾ കണ്ടുപിടിക്കുന്ന പോപ്പുലേഷൻ, അതാണ് Pn. അതായത് 20 ഡെക്കേഡിന് ശേഷം അല്ല, 2 ഡെക്കേഡിന് ശേഷം, അതായത് 20 കൊല്ലം. 20 കൊല്ലം എത്രയാണ് പോപ്പുലേഷൻ, അതാണ് Pn is equal to P. P എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള പോപ്പുലേഷൻ, പ്രസന്റ് പോപ്പുലേഷൻ, ഇൻറ്റു 1 പ്ലസ് IG by 100 whole raised to n. അപ്പൊ IG എന്ന് പറയുന്നത് ജിയോമെട്രിക്കൽ മീൻ ആണ്.
നമ്മൾ പറഞ്ഞ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ആണ് IG by 100 whole raised to n. ഇത് ചില ടെക്സ്റ്റ് ബുക്കിൽ R എന്ന് കാണിക്കും, R/100. R എന്ന് പറയുന്ന റേറ്റ് ഓഫ് ഇൻക്രീസ്. ഒന്ന് തന്നെയാണ്, ഓരോ ടെക്സ്റ്റ് ബുക്കിലും ഓരോ നൊട്ടേഷൻ ആയിരിക്കും. നമ്മളെപ്പോഴും കൺസെപ്റ്റ് പഠിച്ചു വെക്കുക കേട്ടോ. സിമ്പൽ കൊടുക്കുന്നത് എന്താണോ അത് താഴെ എഴുതുക, എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത്. അപ്പൊ IG/100 whole raised to n. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡെക്കേഡ്സ്, അതായത് എത്ര കൊല്ലത്തിന് ശേഷമാണ് നമുക്ക് ആ ഒരു പോപ്പുലേഷൻ കണ്ടുപിടിക്കേണ്ടത്, അതാണ് n. ഫോർമുലാസ് കണ്ടിട്ട് പേടിക്കണ്ട, നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. പിന്നെ അടുത്ത മെത്തേഡാണ് ഇൻക്രിമെന്റൽ ഇൻക്രീസ് മെത്തേഡ്. Incremental increase method is suitable for an average size town under normal condition where the growth rate is found to be in increasing order. അതായത് ഇവിടെ ഒരു സാധാരണ ഒരു നോർമൽ കണ്ടീഷനിൽ ഉള്ളൊരു ടൗൺ ആണ് നമ്മൾ എന്ത് മെത്തേഡിൽ കണ്ടുപിടിക്കുക, ഇൻക്രിമെന്റൽ ഇൻക്രീസ് മെത്തേഡിൽ പോപ്പുലേഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ ഉള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് അടുത്ത ഡെക്കേഡിലെ പോപ്പുലേഷൻ കൂടുതലായിരിക്കണം കഴിഞ്ഞതിനെക്കാട്ടും. പക്ഷേ എങ്കിൽ കോൺസ്റ്റന്റ് ആയി കൂടണമെന്നില്ല, ഒരുപാട് അധികം കൂടണമെന്നില്ല, പക്ഷേ എങ്കിൽ കൂടണം, കുറയാൻ പാടില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നേരത്തെ ഞാൻ പറഞ്ഞ 2021 10,000 പോപ്പുലേഷൻ ആണ് ഉള്ളത് എന്ന് വെക്കാം ഒരു ടൗണിൽ. 2022 ആവുമ്പോൾ, 22 ശരിക്കും പറയില്ല കേട്ടോ, ഡെക്കേഡ് ആയിട്ടാ പറയാം. അതായത് 2031 കാര്യമാണ് പറയുക. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാനിപ്പോ 2022 എടുക്കുകയാണ്. അപ്പൊ 2021 അതായത് ഈ കൊല്ലം 10,000 പോപ്പുലേഷൻ ഉണ്ട്. അടുത്ത കൊല്ലം 11,000 പോപ്പുലേഷൻ ഉണ്ട്. അപ്പൊ അവിടെ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ എത്രയായി? 1000 അല്ലേ? 10,000 നിന്ന് 11,000 ആയി. അപ്പൊ ഇൻക്രീസ് എത്രയാ കൂടിയത്? 1000. ഇനി 2023 ആവുമ്പോ 11,000 ഉള്ളത് 12,000 അതിൽ കൂടുതലോ ആയിരിക്കണം, അല്ലാതെ 11,500 ആവാൻ പാടില്ല. കാരണം 11,500 ആയി എന്ന് വെക്കാം. അപ്പോ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ എത്ര വരും? 2022 11,000, 2023 11,500. അവിടെ ഇൻക്രീസ് എത്രയാണ്? 500 അല്ലെ? 500 ഇൻക്രീസ് ചെയ്തുള്ളൂ. അതായത് കഴിഞ്ഞ പ്രാവശ്യം 1000 ഇൻക്രീസ് ചെയ്തു, ഇപ്രാവശ്യം 500 ഇൻക്രീസ് ചെയ്തുള്ളൂ. അങ്ങനത്തെ ഒരു കേസിൽ ഈ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റില്ല. മനസ്സിലായോ? ആ 500 പകരം അവിടെ 1000 അല്ലെങ്കിൽ അതിൽ കൂടുതൽ വരണം, അതാണ് പറയുന്നത്. ഇനി ഒന്ന് വായിച്ചു നോക്കൂ. It is suitable for an average size town under normal condition where the growth rate is found to be in increasing order. Growth rate increasing orderലായിരിക്കണം. അപ്പൊ ആദ്യത്തെ ആ ഒരു കൊല്ലം 1000 കൂടിയെങ്കിൽ രണ്ടാമത്തെ കൊല്ലം 1000 അല്ലെങ്കിൽ 1500 അല്ലെങ്കിൽ 2000 ഒക്കെ വെച്ച് കൂടണം. മനസ്സിലായോ? അതല്ലാതെ 500 കൂടുകയാണെങ്കിൽ അവിടെ ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റില്ല. അതാണ് ഇൻക്രിമെന്റൽ ഇൻക്രീസ് മെത്തേഡ്. So increase in increment is considered for calculating the future population. അപ്പൊ ഈ ഒരു മെത്തേഡില് നമുക്ക് എത്ര ഇൻക്രീസ് ഉണ്ടോ അതിന്റെ വീണ്ടും ഇൻക്രീസ് കണ്ടുപിടിക്കും. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു മെത്തേഡില് പോപ്പുലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. അത് ഫോർമുല കണ്ടാൽ മനസ്സിലാവും. പിന്നെ അതുപോലെ നമ്മളൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ഡൗട്ട് ക്ലിയർ ആവും കേട്ടോ. The incremental increase is determined for each decade from the past population and the average value is added to the present population along with the average rate of increase. അതായത് ഇവിടെ പോപ്പുലേഷൻ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ചോദിച്ചാൽ PN അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ?
അതായത് 10 കൊല്ലത്തിന് ശേഷം എത്രയായിരിക്കാം പോപ്പുലേഷൻ എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അത് എന്ന് പറയുന്നത് ഇപ്പോ ഉള്ള പോപ്പുലേഷൻ പ്ലസ് nx. ഇതുവരെ നമ്മൾ അരിത്മെറ്റിക് ഇൻക്രീസ് മെത്തേഡിൽ നോക്കിയ ഫോർമുലയാണ് n × x. x എന്ന് പറയുന്നത് എത്ര ഇൻക്രീസ് ചെയ്തോ ആ ഇൻക്രീസ് ചെയ്ത എല്ലാ കൊല്ലത്തിന്റെയും ആവറേജ് ആണ്. പിന്നെ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡെക്കേഡ്സ് പ്ലസ് ഈ ഒരു ടേം ആണ് ഇവിടെ കൂടുതലായി വരുന്നത്. ഈ y എന്ന് ഉദ്ദേശിക്കുന്നത് x എന്തായിരുന്നു, എത്രത്തോളം ഇൻക്രീസ് ചെയ്തു, ആ ഇൻക്രീസ് ചെയ്തതിന്റെ ഇൻക്രീസ്, അതാണ് y. ഇൻക്രിമെന്റൽ ഇൻക്രീസ് എന്നാണ് പറയുക. അത് പ്രോബ്ലത്തിൽ ഞാൻ കാണിച്ചു തരാം, കുറച്ചും കൂടി എളുപ്പമാവും നിങ്ങൾക്ക് മനസ്സിലാക്കാം. പിന്നെ ഇവിടെ ആ ഒരു y-ന്റെ കോഎഫിഷ്യന്റ് ആയി വരുന്നത് n × n+1/2. അപ്പൊ നമ്മുടെ ഫോർമുല എങ്ങനെയാണ്? Pn = P + nx + n × n+1/2y. ഇതാണ് നമ്മുടെ ഫോർമുല. ഓക്കെ, ഇതാണ് ഇൻക്രിമെന്റൽ ഇൻക്രീസ് മെത്തേഡ്. നിങ്ങൾക്ക് പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതില് ഈ പറഞ്ഞ 3 മെത്തേഡ്സിലാണ് പ്രോബ്ലംസ് ചോദിക്കാൻ ചാൻസ്. അതായത് ഒന്നെങ്കിൽ അരിത്മെറ്റിക്കൽ ഇൻക്രീസ് മെത്തേഡ് ചോദിക്കാം, അല്ലെങ്കിൽ ജിയോമെട്രിക്കൽ ഇൻക്രീസ് മെത്തേഡ് ചോദിക്കാം, അല്ലെങ്കിൽ ഇൻക്രിമെന്റൽ ഇൻക്രീസ് മെത്തേഡ് ചോദിക്കാം. ഓക്കെ, പിന്നെ അടുത്ത നമ്മളെ ഗ്രാഫിക്കൽ മെത്തേഡ് എന്താണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അതിൽ പ്രോബ്ലം ചോദിക്കില്ല, പക്ഷേങ്കിൽ ഏതൊക്കെ മെത്തേഡ്സ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇത് ഗ്രാഫിക്കൽ മെത്തേഡ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. ഓക്കെ, പക്ഷേങ്കിൽ പ്രോബ്ലംസ് ഒന്നും ചോദിക്കില്ല ഗ്രാഫിക്കൽ മെത്തേഡിൽ. അപ്പൊ നമുക്ക് എന്താണെന്ന് നോക്കാം. In this method, the population of last few decades are correctly plotted to a suitable scale on the graph. അപ്പം നമുക്ക് സെൻസസ് റെക്കോർഡ്സിലൊക്കെ മുമ്പത്തെ പോപ്പുലേഷൻ എത്രയാണെന്ന് കിട്ടും അല്ലേ? അപ്പൊ ആ കിട്ടിയ വാല്യൂ ഗ്രാഫിൽ വരയ്ക്കുക. അതായത് പോപ്പുലേഷൻ ഇൻ y ആക്സിസ് ആൻഡ് ടൈം ഇൻ x ആക്സിസ് എടുത്ത് ഓരോ കൊല്ലം x ആക്സിസിൽ ഓരോ കൊല്ലം എഴുതുക, ഓരോ ഡെക്കേഡ് ആയിട്ട് എഴുതുക. 1941, 1951, 1961, അതായത് ഒരു ഡെക്കേഡ് ആണ് അല്ലേ? 10 കൊല്ലത്തിന് ശേഷമുള്ളത്, അതാണ് ഡെക്കേഡ്. അപ്പൊ ഓരോ ഡെക്കേഡ് എഴുതി ആ ഡെക്കേഡിൽ തന്നിരിക്കുന്ന പോപ്പുലേഷൻ എത്രയാണെന്നുള്ളത് മാർക്ക് ചെയ്തു. ഇനി എന്താ വേണ്ടത്? The population curve is smoothly extended for getting future population. ഇനി അടുത്ത ഇനിയിപ്പം 2031 എത്രയാന്നുള്ളത് നമുക്ക് കിട്ടി. ഇനി 2041 കിട്ടാൻ എന്ത് ചെയ്യാ? ഈ കർവ് അതുപോലെ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യാം. പക്ഷേങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. This extension should be done carefully and it requires proper experience and judgment. അപ്പൊ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് കറക്റ്റ് ആയിട്ട് ഇതങ്ങ് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാൻ സാധിക്കും. The best way of applying this method is to extend the curve by comparing with population curve of some other similar cities having the similar growth conditions. അതായത് ഇതേ ഗ്രോത്ത് കണ്ടീഷൻ ഉള്ള സിമിലർ ആയിട്ടുള്ള ഒരു സിറ്റി വെച്ച് കമ്പയർ ചെയ്യാം. അതായത് ഇപ്പൊ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ സിമിലർ സിറ്റീസ്, ഇപ്പൊ ബോംബെ അല്ലെ, മുംബൈയും ഡൽഹിയും ഒരുപോലെ വളരുന്ന 2 സിറ്റീസ് ആണ്. അപ്പൊ നമുക്കിപ്പോ മുംബൈയിലെ ഗ്രോത്ത് കർവ് വരയ്ക്കണമെങ്കിൽ ഡൽഹിയിലെ എങ്ങനെയാണെന്നുള്ളത് ഒന്ന് പഠിക്കാം. അതിനനുസരിച്ച് മുംബൈന്റെ ഗ്രോത്ത് കർവ് വരയ്ക്കാം. കാരണം സിമിലർ സിറ്റീസ് ആണ്, ഒരുപോലെ വികസിക്കുന്ന സിറ്റീസ് ആണ് അല്ലെ? അപ്പൊ അങ്ങനത്തെ സിമിലർ സിറ്റീസിന്റെ ഗ്രോത്ത് കണ്ടീഷനെ കുറിച്ച് പഠിച്ച് നമ്മൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാം. അതാണ് ഏത് മെത്തേഡിൽ പറയുന്നത്? ഗ്രാഫിക്കൽ മെത്തേഡിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളോട് ഒന്നെങ്കിൽ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കാം?
പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗിന്റെ ഡിഫറെന്റ് മെത്തേഡ്സ് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ആ മെത്തേഡ്സ് എഴുതുക. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഈ 4 മെത്തേഡുകൾ എന്തൊക്കെയാണെന്നുള്ള ജസ്റ്റ് എഴുതിയാൽ മതി, പേര് എഴുതിയാൽ മതി. പിന്നെ അതല്ല അടുത്ത പാർട്ട് ബിയിലാണ് ചോദിക്കുന്നതെങ്കിൽ കുറച്ച് ഓരോ മെത്തേഡിനെ കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്യാം. എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഓരോന്നിന്റെ ഫോർമുലാസും എഴുതണം കേട്ടോ. അതായത് അരിത്മെറ്റിക്കൽ ഇൻക്രീസിൽ എന്താണ്, എങ്ങനെ ആ ഒരു ഗ്രാഫ് വരയ്ക്കുക, പിന്നെ അതുപോലെ Pn is equal to P plus Nx എന്നുള്ള ആ ഒരു ഫോർമുല എഴുതുക, പിന്നെ ഏത് സിറ്റീസിനാണ് ഇത് ആപ്ലിക്കബിൾ എന്നുള്ളത് മെൻഷൻ ചെയ്യുക. ഓക്കെ, പിന്നെ ഇനി അതിൽ പാർട്ട് സിയിലാണ് ചോദിച്ചതെങ്കിൽ കുറേം കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെ ഒരുപക്ഷെ ഇതിനോടനുബന്ധിച്ച് ഒരു പ്രോബ്ലവും ചോദിക്കാം. അപ്പൊ നമുക്ക് അടുത്തത് ഒരു പ്രോബ്ലം നോക്കാം. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഫ്രം ദ സെൻസസ് ഡേറ്റ ഗിവൺ ബിലോ estimate the population of the city for the year 2000 AD by arithmetical increase method, geometric increase method, incremental increase method. അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നമ്മൾ 3 മെത്തേഡും പഠിക്കാൻ പോവാണ് കേട്ടോ. നമുക്കൊന്ന് കമ്പയർ ചെയ്യാം റിസൾട്ട്. ഒരേ സിറ്റിയിൽ നമ്മൾ 3 മെത്തേഡ്സ് ഉപയോഗിച്ചാൽ നമുക്ക് 3 വാല്യൂസ് ആയിരിക്കും കിട്ടുക. അപ്പൊ അതുകൊണ്ടാണ് എന്താണോ ആ ഒരു സിറ്റിന്റെ കണ്ടീഷൻ എന്നുള്ളത് ആസ്പദമാക്കി വേണം നമ്മൾ ഏത് മെത്തേഡ് ഉപയോഗിക്കണമെന്നുള്ളത് മനസ്സിലാക്കാൻ. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് ഇനിയിപ്പോ എന്തായാലും എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻ വരുമ്പോൾ അവർ പറയും ഏത് മെത്തേഡിലാണ് ചെയ്യേണ്ടത് എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് പറയും കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും 3 മെത്തേഡിലും ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. അപ്പൊ തന്നിരിക്കുന്ന സെൻസസ് ഡേറ്റ ആണത്. അതായത് 1900 പോപ്പുലേഷൻ 21,610 അല്ലെ, 21,610. 1910 1910 28,560. 1920 കണ്ടില്ലേ, ഡെക്കേഡുകളാണ് പറയുന്നത് കേട്ടോ. തൊട്ടടുത്ത കൊല്ലമല്ല, 10 കൊല്ലത്തിന് ശേഷമുള്ള ഡാറ്റയാണ് സെൻസസ് റെക്കോർഡ്സിൽ ഉണ്ടാവുക. അപ്പൊ തന്ന ഡാറ്റാസ് 1900, 1910, 1920, 1930, 1940, 1950, 1960, 1970. അപ്പൊ 1970 വരെയുള്ള പോപ്പുലേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് എന്താ ക്വസ്റ്റ്യനിൽ ചോദിച്ചത്? 2000 എത്രയായിരിക്കും പോപ്പുലേഷൻ എന്ന് കണ്ടുപിടിക്കാൻ അല്ലേ. അപ്പൊ അതെങ്ങനെയാ കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് അരിത്മെറ്റിക്കൽ ഇൻക്രീസ് മെത്തേഡിൽ ചെയ്യാം. അത് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ടേബിൾ വരയ്ക്കുക. അതാണ് നമ്മുടെ പ്രോബ്ലത്തിനനുസരിച്ചാണ് ടേബിൾ വരയ്ക്കേണ്ടത്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആദ്യം എഴുതുക, ആ ടേബിളിൽ എഴുതുക ഇയർ, തന്നിരിക്കുന്ന കൊല്ലം, അതിന്റെ പോപ്പുലേഷൻ തന്നിരിക്കുന്നതാണ്. ഇത് രണ്ടും തന്നത് തന്നെയാണ്. ഇനി മൂന്നാമത്തെ കോളം തൊട്ട് നമ്മൾ ഉണ്ടാക്കുന്ന വാല്യൂസ് ആണ് കേട്ടോ. അപ്പൊ നമ്മളോട് ആദ്യത്തെ മെത്തേഡ്, അതായത് അരിത്മെറ്റിക്കൽ ഇൻക്രീസ് മെത്തേഡ് വെച്ചാണ് ചെയ്യേണ്ടതെങ്കിൽ അതിൽ കണ്ടുപിടിക്കേണ്ടത് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ എന്ന് പറയുന്ന വാല്യൂ ആണ്. ഇൻക്രീസ് ഇൻ പോപ്പുലേഷന്റെ ആവറേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. കാരണം നമ്മുടെ ഫോർമുല ഓർത്ത് നോക്കിയാൽ മനസ്സിലാവും. Pn is equal to P plus Nx. X എന്ന് പറയുന്നത് ആവറേജ് ഓഫ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ. അപ്പൊ ഈ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ കണ്ടുപിടിച്ച് അതിന്റെ ആവറേജ് കണ്ടുപിടിക്കാം. അതാണ് X. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പൊ എങ്ങനെയാണ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ചെയ്യാൻ നോക്കാം. അപ്പൊ അതായത് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ, 21,610 ആണ് 1900 പോപ്പുലേഷൻ. 1910 പോപ്പുലേഷൻ 28,560. അപ്പൊ അതിൽ ഇൻക്രീസ് എത്രയാണ് കൂടിയത്? 28,560 മൈനസ് 21,610, അതായത് 6,950 കൂടി. അതാണ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ. മനസ്സിലായോ? അപ്പൊ അടുത്ത വാല്യൂ എന്തായിരിക്കും?
അടുത്ത 1920 37,640 ആണ്. തൊട്ട് മുമ്പത്തെ കൊല്ലം 28,560 ആണ്. അപ്പൊ എത്രയാണ് ഇൻക്രീസ് ഉണ്ടായത്? 37,640 മൈനസ് 28,560, അതായത് 980. അത്രയാണ് ഇൻക്രീസ് ഉണ്ടായത് അല്ലേ? അപ്പൊ ഇത് രണ്ട് തൊട്ട് മുമ്പത്തെ ആ ഒരു കോളവും മൈനസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ കിട്ടും. അതുപോലെ അടുത്തത് എത്രയായിരിക്കും? 46,520 മൈനസ് 37,640 ചെയ്താൽ 8,880. അതുപോലെ ഇത് മൈനസ് ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എത്രത്തോളം ഇൻക്രീസ് ഉണ്ടായി എന്നുള്ളത് കിട്ടും. നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ആദ്യത്തെ കോളത്തിൽ ഒന്നും എഴുതിയിട്ടില്ല കണ്ടോ? കാരണം നമ്മൾ എപ്പോഴും എങ്ങനെയാ ഇൻക്രീസ് കണ്ടുപിടിക്കുക? ആ കൊല്ലത്തുള്ള പോപ്പുലേഷൻ മൈനസ് അതിന്റെ മുന്നത്തെ പോപ്പുലേഷൻ അല്ലേ? അതാണ് ഇൻക്രീസ്. അപ്പൊ അങ്ങനെ ഇൻക്രീസ് എല്ലാ ഇൻക്രീസും എഴുതി. അപ്പൊ നമ്മൾ ആ ഇൻക്രീസിന്റെ ആവറേജ് കണ്ടുപിടിക്കണം. ഇനി എങ്ങനെയാണ് ആവറേജ് കണ്ടുപിടിക്കുക? എല്ലാതും കൂട്ടിയിട്ട് ഡിവൈഡഡ് ബൈ എത്ര നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഉണ്ട് എന്നുള്ളതാണ് ആവറേജ് അല്ലേ? ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 57,930 വരും. ഡിവൈഡഡ് ബൈ ഇത് ഡിവൈഡഡ് ബൈ 1 2 3 4 5 6 7 വാല്യൂസ് ഉണ്ട് അല്ലേ? അപ്പൊ ഇത് ഡിവൈഡഡ് ബൈ 7 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് പെർ ഡെക്കേഡ് എത്രയാണ് പോപ്പുലേഷൻ എന്ന് കിട്ടും. ഇവിടെ 8,276 അതാണ് നമ്മുടെ ആവറേജ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ. അപ്പൊ നമ്മുടെ ആദ്യത്തെ മെത്തേഡിൽ ചെയ്യാൻ ഈ ഒരു വാല്യൂ ആവശ്യമുള്ളൂ. നമുക്ക് ഈ 3 കോളംസ് മാത്രം എഴുതിയാൽ മതി അരിത്മെറ്റിക്കൽ ഇൻക്രീസ് മെത്തേഡ് ആണെങ്കിൽ. ഇനി അടുത്ത മെത്തേഡ് വെച്ചാണ് ചെയ്യാൻ ചോദിച്ചതെങ്കിൽ ഏതാണ്? ജിയോമെട്രിക്കൽ ഇൻക്രീസ് മെത്തേഡ് അല്ലേ? അപ്പൊ ജിയോമെട്രിക്കൽ ഇൻക്രീസ് മെത്തേഡ് ആണെങ്കിൽ ഒരു കോളം കൂടെ നമ്മൾ കൂട്ടണം. അതായത് നമ്മുടെ ഫോർമുല എന്തായിരുന്നു? Pn is equal to P into ബ്രാക്കറ്റിൽ 1 plus Ig by 100 whole raised to n. അതായിരുന്നു ഫോർമുല അല്ലേ? അതിലെ Ig ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ Ig എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. അതായത് പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ. അപ്പൊ നമുക്ക് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ അറിയാം, അതിന്റെ പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെയാ കണ്ടുപിടിക്കുക? എത്രയാണോ ഇൻക്രീസ് ഡിവൈഡഡ് ബൈ മുമ്പത്തെ പോപ്പുലേഷൻ അല്ലെ? തുടക്കത്തിൽ ഉണ്ടായിരുന്ന പോപ്പുലേഷൻ 6,950 ഡിവൈഡഡ് ബൈ 21,610. പിന്നെ പെർസെൻറ്റേജിലേക്ക് ആയതുകൊണ്ട് ഇൻറ്റു 100, അതായത് 32.16% കൂടി അല്ലെ? പെർസെൻറ്റേജ് അത്ര പെർസെൻറ്റേജ് കൂടി. പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷന്റെ ആവറേജ് ആണ് Ig. അപ്പൊ നമ്മൾ ഇതുപോലെ എന്തും കണ്ടുപിടിക്കുക? പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻസ് കണ്ടുപിടിക്കുക, അതിന്റെ ആവറേജ് എടുക്കുക, അതും ഇതുപോലെ ഡിവൈഡഡ് ബൈ 7 ചെയ്യാം. അപ്പൊ നമുക്ക് ആവറേജ് വാല്യൂ കിട്ടും. നമുക്ക് ഒരു കാൽക്കുലേഷനും കൂടെ നോക്കാം. ഇപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെയാ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക? 9,080 ആണ് ഇൻക്രീസ് അല്ലേ? അപ്പൊ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ഡിവൈഡഡ് ബൈ മുമ്പത്തെ പോപ്പുലേഷൻ. ഇപ്പൊ ഇത് മൈനസ് ഈ ഒരു പോപ്പുലേഷൻ ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? 9,080 കിട്ടിയത്. അപ്പൊ 9,080 ഡിവൈഡഡ് ബൈ ആദ്യത്തെ പോപ്പുലേഷൻ 28,560 ഇൻറ്റു 100, പെർസെൻറ്റേജിലേക്ക് മാറ്റിയതുകൊണ്ട് ഇൻറ്റു 100. അപ്പൊ നമുക്ക് 31.79 എന്ന് കിട്ടി. ഇനി അടുത്തത് അപ്പൊ എന്തായിരിക്കും വരിക? ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ഡിവൈഡഡ് ബൈ ആദ്യത്തെ അല്ലേ? 37,640 അല്ലേ? ഇൻറ്റു 100. അപ്പൊ നമുക്ക് 23.59 എന്ന് കിട്ടും. അതുപോലെ തന്നെ ഓരോന്ന് ചെയ്യാം. എല്ലാത്തിന്റെയും ഇൻക്രീസ് എടുക്കുക, ഡിവൈഡഡ് ബൈ
ആദ്യത്തെ പോപ്പുലേഷൻ ഇൻറ്റു 100. അങ്ങനെ നമുക്ക് പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ കിട്ടി. അതെല്ലാം ആഡ് ചെയ്യുക, എന്നിട്ട് ഡിവൈഡഡ് ബൈ എന്ത് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. ഇവിടെ 7 എണ്ണല്ലേ ഉള്ളത്, 1 2 3 4 5 6 7. അപ്പൊ ഡിവൈഡഡ് ബൈ 7 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആവറേജ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ കിട്ടി. അപ്പൊ നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ IG എന്ന് പറയുന്ന വാല്യൂ എത്രയാണ്? 20.73. ആദ്യത്തെ മെത്തേഡ് വെച്ച് ചെയ്യുകയാണെങ്കിൽ അതിൽ x ആണുള്ളത്. x എന്ന് പറയുന്നത് 8276 അല്ലെ? ഇനി മൂന്നാമത്തെ മെത്തേഡാണ് ഏത്? ഇൻക്രിമെന്റൽ ഇൻക്രീസ് മെത്തേഡ്. മൂന്നാമത്തെ മെത്തേഡ് വെച്ചാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു കോളം കൂടെ നിങ്ങൾ കണ്ടുപിടിക്കണം, ഇൻക്രിമെന്റൽ ഇൻക്രീസ് എത്രയാണ് എന്നുള്ളത്. ഇൻക്രിമെന്റൽ ഇൻക്രീസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കണ്ടുപിടിച്ച ഇൻക്രീസ് ഇൻ പോപ്പുലേഷന്റെ ഇൻക്രീസ്, അതാണ് ഇൻക്രിമെന്റൽ ഇൻക്രീസ്. അപ്പൊ മൂന്നാമത്തെ മെത്തേഡ് വെച്ചാണ് കാണുന്നതെങ്കിൽ ഈ ഒരു കോളത്തിന്റെ ആവശ്യമില്ല കേട്ടോ. ഈ ഒരു കോളം എന്ന് പറയുന്ന രണ്ടാമത്തെ ആ ജിയോമെട്രിക്കൽ ഇൻക്രീസ് മെത്തേഡിൽ മാത്രം വേണ്ട ഒരു കോളമാണ്. ഇതിന്റെ ആവശ്യം ഉണ്ടാവില്ല. നിങ്ങൾക്ക് നേരെ ഇൻക്രിമെന്റൽ ഇൻക്രീസ് കണ്ടുപിടിക്കാം. ആദ്യം ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ കണ്ടുപിടിച്ചു അല്ലെ? 28,560 മൈനസ് 21,610 എത്ര കിട്ടി? 6,950. അതുപോലെ ഇത് മൈനസ് ഇത് ചെയ്തപ്പോൾ ഈ ഒരു വാല്യൂ കിട്ടി. ഇനി ഈ ഒരു വാല്യൂ അതായത് 980 മൈനസ് 6,950 അതാണ് എന്ത്? 2130. അതായത് നമ്മൾ ആദ്യം എത്രത്തോളം ഇൻക്രീസ് നടന്നു എന്നുള്ളത് കണ്ടുപിടിച്ചു, ആ ഇൻക്രീസിന്റെ ഇൻക്രീസ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിച്ചു. അതാണ് ഇൻക്രിമെന്റൽ ഇൻക്രീസ്, ഇൻക്രീസ് ഇൻ പോപ്പുലേഷന്റെ ഇൻക്രീസ്. ഈ ഇൻക്രിമെന്റൽ ഇൻക്രീസ് പോസിറ്റീവ് ആവാം അല്ലെങ്കിൽ നെഗറ്റീവും ആവാം. ഇപ്പൊ നോക്കൂ, ഇപ്പൊ ഞാൻ അടുത്തത് എടുക്കുകയാണ്. ആദ്യത്തത് നമ്മൾ എന്ത് ചെയ്തു? 980 മൈനസ് 950 എത്ര കിട്ടി? പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടിയത്, 2130 അല്ലെ? ഇനി അടുത്തത് നോക്കി നോക്കൂ, 8880 മൈനസ് 9080 എന്ന് പറയുമ്പോൾ എന്താണ്? നെഗറ്റീവ് വാല്യൂ അല്ലേ വരിക അല്ലെ? ചെറിയ വാല്യൂവിൽ നിന്ന് വലിയ വാല്യൂ മൈനസ് ചെയ്തു, അപ്പൊ എനിക്ക് നെഗറ്റീവ് ആണ് കിട്ടിയത് അല്ലെ? -200. പിന്നെ അടുത്തത് നോക്കൂ, 8940 മൈനസ് 8880 എത്രയാണ്? 60. അപ്പൊ അവിടെ പോസിറ്റീവ് ആണ് അല്ലെ? വലുതെന്ന് ചെറുത് തന്നെയാണ് മൈനസ് ചെയ്തത്. അടുത്തതോ? അടുത്തത് ചെറുതാണ്, ചെറുതെന്ന് വലുതാണ് മൈനസ് ചെയ്യുന്നത്, അപ്പൊ നെഗറ്റീവ് വരും അല്ലെ? അപ്പൊ ഈ ഒരു ഇൻക്രിമെന്റൽ ഇൻക്രീസിന്റെ ആവറേജ് കണ്ടുപിടിക്കുമ്പോൾ ഈ പോസിറ്റീവും നെഗറ്റീവും ഒക്കെ കൺസിഡർ ചെയ്യണം കേട്ടോ. അതായത് ഇത് ഇപ്പൊ നമ്മൾ ഇതിന്റെ ആവറേജ് എങ്ങനെയാ കണ്ടുപിടിക്കുക? 2130 പ്ലസ് 60 പ്ലസ് 610 മൈനസ് 200 മൈനസ് 690 മൈനസ് 640. അപ്പൊ പ്ലസും മൈനസും ഒക്കെ കൺസിഡർ ചെയ്യണം കേട്ടോ. വെറുതെ നമ്മൾ എല്ലാതും ആഡ് ചെയ്യാൻ പാടില്ല, മൈനസ് ഉള്ളത് മൈനസ് ആയിട്ട് തന്നെ എടുക്കണം. അപ്പൊ നമുക്ക് കിട്ടുന്ന ടോട്ടൽ വാല്യൂ ആണ് 1270 ഡിവൈഡഡ് ബൈ ആവറേജ്. ഇവിടെ എത്ര വാല്യൂ വെച്ച് നമ്മൾ ആഡ് ചെയ്തു? 1 2 3 4 5 6 വാല്യൂസ് അല്ലേ? അപ്പൊ ഡിവൈഡഡ് ബൈ 6 ചെയ്താൽ നമുക്ക് അതിന്റെ ഒരു ആവറേജ് കിട്ടും. അതും പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊക്കെ നോക്കണം. ഇവിടെ നമുക്ക് കിട്ടിയത് പോസിറ്റീവ്, അപ്പൊ പ്ലസ് 212 ആണ് ആവറേജ് കിട്ടിയത്. അതായത് നമ്മുടെ ഇൻക്രിമെന്റൽ ഇൻക്രീസ് മെത്തേഡിലെ y എന്ന് പറയുന്ന വാല്യൂ ആണ് എന്ത്? 212 കിട്ടിയത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ടാബുലാർ കോളം. അപ്പൊ ക്വസ്റ്റ്യൻ അനുസരിച്ച് വേണം നമ്മൾ കോളം ഉണ്ടാക്കാൻ. ആദ്യത്തെ മെത്തേഡാണ് ചോദിച്ചതെങ്കിൽ
ഇയർ വേണം, പോപ്പുലേഷൻ വേണം. ഇത് രണ്ടും തന്നിട്ടുണ്ടാവും ക്വസ്റ്റ്യനിൽ. ഇതാണ് വേണ്ടത്, ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ എഴുതുക. ഈ രണ്ട് കോളത്തിന്റെയും ആവശ്യമില്ല. അടുത്ത മെത്തേഡ് ജിയോമെട്രിക്കൽ ഇൻക്രീസ് മെത്തേഡ് ആണ് ചോദിച്ചതെങ്കിൽ ഈ 4 കോളംസും ആവശ്യമുണ്ട്. അവസാനത്തെ ഈ ഒരു കോളം വേണ്ട. ഈ 4 എണ്ണവും കിട്ടിയാലേ നമുക്ക് ഫോർമുലയിൽ ഇടാൻ പറ്റും. ആവറേജ് കിട്ടണം. പിന്നെ അതുപോലെ മൂന്നാമത്തെ മെത്തേഡാണ് ചോദിച്ചതെങ്കിൽ, അതായത് ഇൻക്രിമെന്റൽ ഇൻക്രീസ് മെത്തേഡ് ആണെങ്കിൽ ഈ ഒരു കോളത്തിന്റെ ആവശ്യമില്ല, പെർസെൻറ്റേജ് ഇൻക്രീസിന്റെ ആവശ്യമില്ല. നിങ്ങൾ ആ ഫോർമുല പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെയാണ് വാല്യൂ വേണ്ടത്. അപ്പൊ വേണ്ട വാല്യൂസ് ഉള്ള കോളംസ് മാത്രം എഴുതിയാൽ മതി കേട്ടോ. ഈ ഒരു വാല്യൂ ആവശ്യമില്ല അവിടെ. നമുക്ക് ഈ ഒരു എക്സിന്റെ ഈ ഒരു വാല്യൂ ആവശ്യമുണ്ട്, വൈന്റെ ഈ ഒരു വാല്യൂ ഉണ്ട്. അപ്പൊ ഈ ഒരു കോളത്തിന്റെ ആവശ്യമില്ല, അപ്പൊ ഇത് എഴുതണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നും ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യത്തെ മെത്തേഡ് അരിത്മെറ്റിക്കൽ ഇൻക്രീസ് മെത്തേഡ്. അപ്പൊ അരിത്മെറ്റിക്കൽ ഇൻക്രീസ് മെത്തേഡിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ 3 കോളംസ് ആവശ്യമുള്ളൂ. നമ്മുടെ ഫോർമുല എന്താണ്? പി പ്ലസ് എൻ സി അല്ലേ? ആ പി പ്ലസ് എൻ സി. അപ്പൊ നമ്മൾ ആദ്യത്തെ എക്സ്പെക്ടഡ് പോപ്പുലേഷൻ ഇൻ 1980 എത്രയാണെന്ന് കണ്ടുപിടിക്കാം. 1970 വരെ തന്നിട്ടുണ്ട് അല്ലേ? ഡേറ്റ നമ്മുടെ കയ്യിലുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത് 2000-ലെയാണ്. അപ്പൊ അതിന് നമുക്ക് ആദ്യം 1980-ലെ കണ്ടുപിടിക്കാം, പിന്നെ 1990-ലെ കണ്ടുപിടിക്കാം, പിന്നെ 2000-ലെ കണ്ടുപിടിക്കാം. അപ്പൊ 1980-ൽ എന്തായിരിക്കും? ഇപ്പോഴത്തെ പോപ്പുലേഷൻ പ്ലസ് നമ്പർ ഓഫ് ഡെക്കേഡ്സ് കൺസിഡേർഡ് ഇൻറ്റു ആവറേജ് ഓഫ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ. അതായത് ഇപ്പോഴത്തെ പോപ്പുലേഷൻ ഉദ്ദേശിക്കുന്ന 1970-ലെ. നമുക്ക് തന്ന ഡാറ്റയിൽ അവസാനത്തെ വാല്യൂ ഏതാണ്? 1970 അല്ലെ? 1970 ആണ് തന്നതിൽ അവസാനത്തെ ക്വാണ്ടിറ്റി. അപ്പൊ ആ ഒരു ഇയറിലെ പോപ്പുലേഷൻ, അതാണ് പ്രസന്റ് പോപ്പുലേഷൻ. അതായത് 79,540 പ്ലസ് n ഇൻറ്റു n എത്രയായിരിക്കും? 1970-ലെ നമുക്കറിയാം, നമ്മളിപ്പോ കണ്ടുപിടിക്കുന്നത് 1980-ലെയാണ്. അപ്പൊ എത്ര ഡെക്കേഡായി? 1 ഡെക്കേഡ് അല്ലെ? 10 കൊല്ലം. നമ്മൾ 10 കൊല്ലത്തിന്റെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ n എന്ന് പറയുന്നത് 1 ആണ്. 1 ഡെക്കേഡ്. 1 ഇൻറ്റു സി. സി എന്ന് പറയുന്നത് ആവറേജ് ഓഫ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ, അതായത് 8276. അപ്പൊ നമുക്ക് കിട്ടുന്ന ഇതാണ് എക്സ്പെക്ടഡ് പോപ്പുലേഷൻ ഇൻ 1980. ഇനി അതുപോലെ 1990-ലെ അപ്പൊ എന്തായിരിക്കും? ഒരേ ഫോർമുലയാണ്, പക്ഷെയോ n എന്ന് പറയുന്നത് 2 ആയിരിക്കും അല്ലെ? n എന്ന് പറയുന്നത് 2 ആണ്. കാരണം എന്താ? നമ്മൾ പ്രസന്റ് പോപ്പുലേഷൻ തന്നിരിക്കുന്ന പ്രസന്റ് പോപ്പുലേഷൻ പ്ലസ് n 2 ഡെക്കേഡ് അല്ലെ? 1970 കഴിഞ്ഞാൽ 2 ഡെക്കേഡ് കഴിഞ്ഞാലല്ലേ 1990 ആവുക അല്ലെ? 20 ഇയേഴ്സ് കഴിഞ്ഞാലല്ലേ 1990 ആവുക. അപ്പൊ n = 2. 2 ഇൻറ്റു ആ ആവറേജ് വാല്യൂ, നമുക്ക് കിട്ടിയ ആവറേജ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1990-ലെ പോപ്പുലേഷൻ കിട്ടും. അതേപോലെ അപ്പൊ 2000 എങ്ങനെ കണ്ടുപിടിക്കും? 1970 കഴിഞ്ഞ് എത്ര കൊല്ലം കഴിഞ്ഞാലാണ് 2000 ആവുക? 30 കൊല്ലം കഴിഞ്ഞാൽ അല്ലേ? അപ്പൊ 30 കൊല്ലം എന്ന് പറയുമ്പോ എത്ര ഡെക്കേഡ് ആണ്? 3 ഡെക്കേഡ്. അപ്പൊ n = 3. അപ്പൊ പ്രസന്റ് പോപ്പുലേഷൻ, പ്രസന്റ് എന്ന് പറയുമ്പോൾ തന്ന ഡാറ്റയിൽ അവസാനത്തെ വാല്യൂ, പ്രസന്റ് പോപ്പുലേഷൻ പ്ലസ് 3 ഇൻറ്റു ഈ ഒരു ആവറേജ് വാല്യൂ, അതാണ് 2000-ലെ പോപ്പുലേഷൻ. ശരിക്കും പറഞ്ഞാൽ ഈ 2000-ലെ പോപ്പുലേഷൻ കാണാൻ ഈ 2 വാല്യൂസും ആവശ്യമില്ല. ഇത് പിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കാണിച്ചു തന്നതാണ്. ക്വസ്റ്റ്യനിൽ 2000-ലെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? n = 3 എന്ന് പറഞ്ഞെടുത്തിട്ട് ഈ ഒരൊറ്റ ഫോർമുല വെച്ച് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇത് നിങ്ങൾക്ക് കമ്പാരിസണിന് വേണ്ടി കാണിച്ചു തന്നതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് അരിത്മെറ്റിക്കൽ ഇൻക്രീസ് മെത്തേഡ്. നമുക്ക് ആ ഫോർമുലയിൽ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. n മാറ്റി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. നമുക്ക് 3 കൊല്ലത്തെ പോപ്പുലേഷൻസും കിട്ടും n മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ.
ഇനി അതുപോലെ ജിയോമെട്രിക് ഇൻക്രീസ് മെത്തേഡ്. ജിയോമെട്രിക് ഇൻക്രീസ് മെത്തേഡിൽ ഞാൻ പറഞ്ഞു 4 കോളംസ് ആണ് വേണ്ടത് അല്ലേ? പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷനും കൂടെ വേണം. അപ്പൊ ഈ ഒരു പ്രോബ്ലത്തില് ഫോർമുല ആദ്യം നോക്കുക. എന്താണ് ഫോർമുല? ഫോർമുല ഒക്കെ പഠിക്കണം. Pn is equal to P into 1 plus Ig by 100 whole raised to n അല്ലേ? ഇതില് P നമുക്കറിയാം, പ്രസന്റ് പോപ്പുലേഷൻ. അതായത് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നതിലെ അവസാനത്തെ വാല്യൂ അല്ലേ? 79,540 അതാണ് P. ഇൻറ്റു 1 പ്ലസ് Ig by 100. Ig എന്താണ്? നമ്മുടെ ആവറേജ് ഓഫ് പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ. അതായത് 20.73 അല്ലേ? നമ്മൾ ആവറേജ് കണ്ടുപിടിച്ചു. ആ ഒരു ആവറേജ് വാല്യൂ ആണ് Ig. 20.73 ഡിവൈഡഡ് ബൈ 100 ഹോൾ റേസ് ടു n. ഇവിടെയും n മാറ്റി കൊടുത്താൽ നമുക്ക് ഓരോ കൊല്ലത്തെ വാല്യൂ കിട്ടും. കണ്ടോ? ആദ്യം ഇപ്പൊ 1980 കാണണമെങ്കിൽ അവിടെ n എന്ന് പറയുന്നത് എന്താണ്? 1 അല്ലേ? എന്തിനെ കമ്പയർ ചെയ്തിട്ടാണ് 1 ആയത്? നമുക്ക് തന്നിരിക്കുന്ന റിപ്പോർട്ടിലെ അവസാനത്തെ വാല്യൂ 1970 വെച്ച് നോക്കുമ്പോൾ 1980 എന്ന് പറയുന്നത് n = 1 ആണ്. ഒരു ഡെക്കേഡ് കഴിഞ്ഞിട്ടാണ് അല്ലേ? അപ്പൊ അത് 1 ആക്കി എടുക്കാം. പിന്നെ അതുപോലെ തന്നെ എക്സ്പെക്ടഡ് പോപ്പുലേഷൻ ഇൻ ദ ഇയർ 1910 എന്ന് പറയുമ്പോൾ n അവിടെ 2 ആണ്. 1910 അല്ല കേട്ടോ, സോറി 1990 ആണ്. അതൊരു എഡിറ്റിംഗിൽ എറർ വന്നതാണ്. 1990 ആണ് കേട്ടോ. അതെത്രയാണ്? ഹോൾ റേസ് ടു 2 വരും. അപ്പൊ നമുക്കൊരു വാല്യൂ കിട്ടും. അതുപോലെ തന്നെ 2000-ലെ n is equal to 3 എന്ന് പറയുമ്പോൾ ഒരു വാല്യൂ കിട്ടും. അങ്ങനെയാണ് ജിയോമെട്രിക്കൽ ഇൻക്രീസ് മെത്തേഡിൽ ചെയ്യാം. ഫോർമുല അറിഞ്ഞ് ഈ ടേബിൾ വരച്ച് നമുക്ക് ആവറേജ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ n മാറ്റി കൊടുത്താൽ മതി. n മാറ്റി കൊടുക്കുമ്പോൾ നമുക്ക് ഏത് കൊല്ലമാണോ വേണ്ടത് ആ കൊല്ലത്തെ പോപ്പുലേഷൻ കിട്ടും. അതേപോലെ തന്നെ ഇൻക്രിമെന്റൽ ഇൻക്രീസ് മെത്തേഡ്. ഇൻക്രിമെന്റൽ ഇൻക്രീസ് മെത്തേഡിലെ ഫോർമുല എന്തായിരുന്നു? Pn, അതായത് പോപ്പുലേഷൻ ആഫ്റ്റർ n ഡെക്കേഡ്സ് ഈക്വൽ ടു P, അതായത് പ്രസന്റ് പോപ്പുലേഷൻ. തന്നിരിക്കുന്നതിലെ ഏറ്റവും അവസാനത്തെ വാല്യൂ അതാണ് പ്രസന്റ് പോപ്പുലേഷൻ, പ്ലസ് nx, n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡെക്കേഡ്സ്, ഇൻറ്റു എക്സ്. എക്സ് എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ പോപ്പുലേഷന്റെ ആവറേജ് അല്ലേ? ആദ്യത്തെ അരിത്മെറ്റിക് ഇൻക്രീസ് മെത്തേഡിൽ നമ്മൾ എടുത്ത അതേ ആവറേജ്, പ്ലസ് n ഇൻറ്റു n+1/2 ഇൻറ്റു y. അപ്പൊ n 1 ആണെങ്കിൽ 1 ഇൻറ്റു 1+1/2 എത്രയാണ്? 2/2 1 അല്ലേ? ഇൻറ്റു y. ഇവിടെ ഈ y നമുക്ക് പുതിയൊരു ടേം ആണ് അല്ലേ? അപ്പൊ ഈ y നമ്മൾ കണ്ടുപിടിച്ചു. ഇൻക്രിമെന്റൽ ഇൻക്രീസ് കണ്ടില്ലേ നമ്മള്? അതായത് ഇൻക്രീസ് ഇൻ പോപ്പുലേഷന്റെ ഇൻക്രിമെന്റ്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ? അതാണ് ഈ 2130. അതുപോലെ 8880 മൈനസ് 9080 അതാണ് -200. അതുപോലെ 8940 മൈനസ് 8880 അതാണ് +60. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ പ്ലസും മൈനസും ഒക്കെ കൺസിഡർ ചെയ്ത് നമ്മളൊരു ആവറേജ് കണ്ടുപിടിച്ചു അല്ലേ? 212, 212. അപ്പൊ ഇതാണ് എന്ത്? y. അപ്പൊ നമുക്ക് എക്സും വൈയും എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ n മാത്രമേ മാറൂ ഓരോ ഡെക്കേഡിനും. അപ്പൊ ഇവിടെ നോക്കൂ, എക്സ്പെക്ടഡ് പോപ്പുലേഷൻ ഇൻ ദ ഇയർ 1980 എത്രയാണ്? പ്രസന്റ് പോപ്പുലേഷൻ പ്ലസ് പ്രസന്റ് എന്ന് പറയുമ്പോൾ ഇത് പ്രസന്റ് 1970-ലെ നമുക്ക് തന്ന ഡേറ്റ, പ്രസന്റ് പോപ്പുലേഷൻ പ്ലസ് n 1 ആണല്ലേ? 1980 എന്ന് പറയുമ്പോൾ n 1 ആണ്, ഇൻറ്റു എക്സ് 8276 പ്ലസ് n 1 ആണ്, 1 ഇൻറ്റു ഇവിടെ 1 വരും അല്ലേ? 1+1 അതായത് 2/2 എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു y എന്ന് പറയുന്നതും കിട്ടി 212. അപ്പൊ നമുക്കൊരു വാല്യൂ കിട്ടും. ഇതാണ് 1980-ലെ പോപ്പുലേഷൻ. ഇനി 1990-ലെ പോപ്പുലേഷൻ എന്താണ്?
n-ന്റെ വാല്യൂ മാറ്റി കൊടുത്താൽ മതി. 1970 വെച്ച് നോക്കുമ്പോൾ 1990 ആയാൽ 20 കൊല്ലം വ്യത്യാസമുണ്ട് അല്ലേ? 20 കൊല്ലം എന്ന് പറയുന്നത് എത്ര ഡെക്കേഡ് ആണ്? 2 ഡെക്കേഡ്. അപ്പൊ n എന്ന് പറയുന്നത് 2. അപ്പൊ പ്രസന്റ് പോപ്പുലേഷൻ പ്ലസ് n2 ഇൻറ്റു എക്സ്, അതായത് ഈ വാല്യൂ തന്നെ, പ്ലസ് n ഇൻറ്റു n+1/2. n+1/2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 2 + 1/2, അതായത് 3/2. 3/2 എന്ന് പറഞ്ഞാൽ 1.5 ഇൻറ്റു y എന്ന് പറയുന്നതും കിട്ടി 212. നമുക്ക് ഈ വാല്യൂ കിട്ടും. അതുപോലെ 2000 പറയുമ്പോൾ n 3 ആയി അല്ലേ? 3 ഡെക്കേഡ്. അപ്പൊ 3 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത ആൻസറും കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് ഇൻക്രിമെന്റൽ ഇൻക്രീസ് മെത്തേഡിൽ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് 3 മെത്തേഡ്സ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ നല്ല സാധ്യത ഉണ്ട്. പാർട്ട് സിയിലൊക്കെ ഇതിന്റെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ ഇത് പഠിച്ചു വെക്കുക. നമുക്ക് കൺസെപ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പൊ കൺസെപ്റ്റ് മനസ്സിലാക്കുക. 3 മെത്തേഡിന്റെയും ഫോർമുല പഠിക്കുക. ഫോർമുല പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് ഒരു ഐഡിയ കിട്ടും. അപ്പൊ ആ വാല്യൂ കാണാൻ വേണ്ടിയിട്ട് ടേബിൾ ഉണ്ടാക്കുക കേട്ടോ. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ ഒന്ന് എഴുതിയെന്നേ ഉള്ളൂ ടാബുലാർ കോളത്തില്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് ആകെ ഒരു കൊല്ലത്തെ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, 2000 മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അതായത് ഈ വാല്യൂസ്, ഈ 3 വാല്യൂസ് ആണ് ചോദിച്ചത്. അരിത്മെറ്റിക്കൽ ഇൻക്രീസ് മെത്തേഡ് വെച്ച് 1,04,368 കിട്ടി. ജിയോമെട്രിക്കൽ ഇൻക്രീസ് മെത്തേഡ് വെച്ചപ്പോഴോ അതേ സിറ്റിയിൽ ഇത്ര പോപ്പുലേഷൻ കിട്ടി അല്ലേ? അതായത് അരിത്മെറ്റിക് ഇൻക്രീസ് മെത്തേഡിലും കൂടുതൽ വാല്യൂ കിട്ടി അല്ലേ? പിന്നെ ഇൻക്രിമെന്റൽ ഇൻക്രീസ് മെത്തേഡ് വെച്ചപ്പോൾ നമുക്ക് കിട്ടിയത് 1,05,640. അപ്പൊ ഓരോ മെത്തേഡ് ഉപയോഗിച്ചാലും നമുക്ക് വേറെ വ്യത്യസ്ത വാല്യൂസ് ആണ് കിട്ടുക. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ടൗണ് ഏതാണോ ആ ഒരു ടൗണിന്റെ കണ്ടീഷൻസ്, ആ ഒരു ടൗണിന്റെ നേച്ചർ ഡെവലപ്പിംഗ് ആണോ അതോ പഴയ ഒരു സിറ്റി ആണോ, അതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള മെത്തേഡ് ചൂസ് ചെയ്യണം, കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് 3 മെത്തേഡ്സ് വെച്ചിട്ടുള്ള റിസൾട്ട്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സംശയമുള്ളവർക്ക് ചോദിക്കാം, എന്നോട് വാട്സാപ്പിലോ ഒക്കെ മെസ്സേജ് അയച്ച് ചോദിക്കാം. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി പഠിക്കാം. താങ്ക് യു.